ഗുഡ് മോർണിംഗ്. കോഫി വിത്ത് കാൻഡിഡേറ്റ് എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വരുന്നത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പയങ്കുളം ഡിവിഷനിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള TK വാസുദേവൻ്റെ വീട്ടിലാണ്. വാസുദേവനാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് ഉള്ളത്. നമുക്ക് വാസുദേവനെ കണ്ട് സംസാരിക്കാം, വാസുദേവൻ്റെ വിശേഷങ്ങൾ അറിയാം. വാസുദേട്ടാ നമസ്കാരം. ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഇലക്ഷന് മത്സരിക്കുകയാണ്. വാസുദേവൻ പഴയ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു. അതുപോലെ വാസുദേവൻ എന്നാണ് പേര്. വാസുദേവൻ എന്നുള്ളതാണ് പേര്. എല്ലാവരും വാസുദേവൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു ഉറച്ച മതവിശ്വാസിയാണ് എന്ന് എനിക്കറിയാം. എല്ലാ മാസവും ശബരിമലയിലേക്ക് പോകുന്ന, ഒന്നിനും അഞ്ചിനും ഇടയിൽ ശബരിമലയിൽ പോയി തൊഴുന്ന ഒരാളാണെന്ന് അറിയാം. ഓക്കെ, ഈ ഇലക്ഷന് എങ്ങനെയാണ്, എവിടെയാണ് മത്സരിക്കുന്നത്? ഈ ഇലക്ഷന് ഞാൻ സത്യത്തിൽ മത്സരിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പയങ്കുളം ഡിവിഷൻ ജനറൽ വാർഡായി വന്നപ്പോൾ നമ്മുടെ പാർട്ടി ജില്ലാ കമ്മിറ്റി പ്രത്യേകമായി എന്നോട് ആവശ്യപ്പെട്ടു. മറ്റു വാർഡുകളൊക്കെ വനിതാ വാർഡുകളായപ്പോൾ എൻ്റെ വീട് നിൽക്കുന്ന വാർഡും വരുന്നതിന് വേറെ ഞാൻ മത്സരിക്കാൻ ഉദ്ദേശിച്ച വാർഡുകളൊക്കെ ഒരേ റിസർവേഷൻ ആയപ്പോൾ പാർട്ടിനോട് പറഞ്ഞു ഈ ഡിവിഷനിൽ മത്സരിക്കാൻ പറഞ്ഞിട്ട് ആവശ്യപ്രകാരമാണ് മത്സരിക്കുന്നത്, ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നത്. ഓക്കെ, ഏത് ടൈമിലായിരുന്നു വാസുദേവൻ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നത്? 2015-20 കാലഘട്ടത്തിലാണ് ഭരണസമിതി ഉണ്ടായിരുന്നത്. അന്ന് ഏത് വാർഡിനെയാണ് പ്രതിനിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്? അന്ന് എൻ്റെ ഈ വീടിന്റെയും കൂടി 2-3 കിലോമീറ്റർ അപ്പുറത്തുള്ള 16-ാം വാർഡിൽ പോയിട്ടാണ് ഞാൻ മത്സരിച്ച് ജയിച്ചത്. അത് കാലാകാലമായി CPM ജയിക്കുന്ന ഒരു വാർഡാണ്. അവിടെ നിന്നാണ് അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ, അവരുടെ വാർഡിൽ നിന്നാണ് ഞാൻ മത്സരിച്ച് ജയിക്കുന്നത്. ശരി. ഏറ്റവും CPM-ന്റെ ഈ പഞ്ചായത്തിലെ കോട്ട എന്ന് തന്നെ പറയാം. ആ കോട്ടയിൽ നിന്നാണ് ഞാൻ മത്സരിച്ച് 78 വോട്ട് ഭൂരിപക്ഷത്തിന് ജയിച്ചു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി. ആ കാലഘട്ടത്തിൽ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയം തുടങ്ങുന്നത് KSU ഹൈസ്കൂൾ ലീഡറായി, പാഞ്ഞാൾ സ്കൂൾ ലീഡറായി അങ്ങനെ രാഷ്ട്രീയ രംഗത്ത് കടന്നു വരുന്നുണ്ട്. ശരി. ആ കാലഘട്ടത്തിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വികസനം മുൻനിർത്തിക്കൊണ്ടാണ് ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചത്. ഈ റോഡ് പയങ്കുളം അയ്യപ്പത്തശ്ശം പടി ഈ റോഡ് കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി ആ കാലത്ത് സ്കൂൾ പഠിക്കുമ്പോൾ 89-90 കാലഘട്ടത്തിൽ ഒരു വേലി പൊളിച്ച കേസിൽ പ്രതിയായി. സ്കൂൾ ലീഡറാകുമ്പോൾ ഒരു വേലി പൊളിച്ച കേസിൽ പ്രതിയായി. അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹമാണ് ഈ റോഡ് അയ്യപ്പേശ്ശം പടിക്ക് കൂട്ടിമുട്ടിക്കുന്നത്. അങ്ങനെ 2000-ലാണ് നമ്മുടെ റോഡ് അപ്പുറത്ത് വന്നു, ഈ റോഡ് ഇവിടെയും വന്നു. അങ്ങനെ ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടി അതിൻ്റെ ഇടയിൽ വന്ന് തടസ്സമായി, പ്രശ്നങ്ങളായി. ആ കാലഘട്ടത്തിൽ 2000-ൽ നമ്മളവിടെ ഉണ്ടായിരുന്ന ഒരു 6-7 തെങ്ങുകൾ മുറിച്ച് നീക്കി ആ റോഡ് കൂട്ടിമുട്ടിക്കുകയുണ്ടായി. അതും ജനപ്രതിയൊന്നുമല്ല. അന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 500 ആളേലും എൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് ഈ റോഡ് തുറക്കുന്നത്. ആ റോഡ് വന്നതോടുകൂടി പാഞ്ഞാൾ പയങ്കുളം അയ്യപ്പേശ്ശം പടി ഒരു ആക്സസിബിലിറ്റി ഉണ്ടായി. ഭയങ്കര ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന റോഡായി. ആയിരക്കണക്കിന് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന റോഡായി. അതിൽ വന്ന കേസ് 5 കൊല്ലക്കാലം ഞാൻ കോടതി ഇറങ്ങി നടക്കേണ്ടി വന്നു. അന്ന് ഞാൻ മെമ്പറല്ല, ഞാൻ പഞ്ചായത്ത് മെമ്പറായതിനു ശേഷം സത്യത്തിൽ പറയുകയാണെങ്കിൽ 13 പുതിയ റോഡുകളാണ് ഉണ്ടാക്കിയത്. 13 പുതിയ റോഡുകൾ. 13-ൽ നമ്മൾ ബോർഡ് വെച്ചിട്ടുണ്ട്. TK വാസുദേവൻ നിർമ്മിച്ചിട്ടുണ്ട്. പുതിയ റോഡുകൾ വെട്ടി ഉണ്ടാക്കിയെടുത്തതാണ്. ഉള്ള റോഡ് ടാർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതില്ല, പുതിയ റോഡുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ ഒരു ചുണ്ടങ്കാട് കോളനി എന്ന് പറഞ്ഞൊരു കോളനി ഉണ്ട് അവിടെ. ആ കോളനിയിലെ ഇതിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചിട്ട് 25 ലക്ഷം രൂപ ഉപയോഗിച്ച് വളരെ നല്ല രീതിയിൽ ആ കോളനിയിൽ വളരെ 4 കുറി കെട്ടി ഒരു അമ്പലം ഉണ്ട് അവിടെ, കൊടുങ്ങല്ലൂർ ക്ഷേത്രം. ആ അമ്പലത്തിലേക്ക് റോഡ്, ഒട്ടനവധി കാര്യങ്ങൾ ആ ചെയ്തതിൻ്റെ പുറമെ നമ്മളൊരു പ്രധാനമായിട്ടൊരു റോഡ് ചെയ്തു. ഈ അയ്യപ്പേശ്ശം പടി കൂട്ടിമുട്ടിക്കുന്ന റോഡിൻ്റെ പുറമെ ഒരു പയങ്കുളം ആലിഞ്ചോട് റോഡ് ഒരു പദ്ധതി കൊടുക്കും. ഓക്കെ, അത് കൃത്യം 227 മീറ്ററാണ്. അവിടെയും നമുക്ക് തടസ്സക്കാരുണ്ടായിരുന്നു. ആ തടസ്സത്തിന് നമ്മൾ നേരിട്ടുകൊണ്ട് ബലം പിടിച്ച് വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ആ റോഡ് നടപ്പിലാക്കി. അതിന്ന് പാഞ്ഞാൾ പഞ്ചായത്തിലെ തുറുപ്പാടം ഭാഗത്തുനിന്നും വെട്ടിക്കാറ്റി ഭാഗത്തുനിന്നും റിഷാദ് സ്കൂൾ ഉൾപ്പെടെ ഉള്ള ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്ക് വളരെ ഗുണപ്രദമായി. ഇന്ന് ഈ റോട്ട് കൂടെ 25 വണ്ടിയാണ് പോകുന്നതെങ്കിൽ ആ റോട്ട് കൂടെ 75 വണ്ടിയാണ് പോകുന്നത്.
അതായത് വളരെ ജനങ്ങൾക്ക് വീക്ഷണത്തോട് കൂടിയിട്ട് പല റോഡുകളും, അതായത് ഇന്ന കണക്ടിവിറ്റി ഉണ്ടാക്കുക എന്നുള്ള ഒരു വീക്ഷണം, അല്ലെങ്കിൽ പഞ്ചായത്തിനെ കുറിച്ച് വളരെയധികം കൃത്യമായിട്ട് ബോധം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കണക്ടിവിറ്റികൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പൊ ആ രീതിയിലുള്ള പദ്ധതികൾ രൂപീകരിച്ച് ചെയ്യാനായിട്ട് ചെറുപ്പത്തിലുള്ള ആ ഒരു എനർജി വീണ്ടും പഞ്ചായത്ത് മെമ്പർ ആയപ്പോഴും ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പറഞ്ഞതെന്നുള്ള മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞ കണക്ടിവിറ്റി, റോഡുകളുടെ കണക്ടിവിറ്റിനപ്പുറം വേറെ വാർഡുകളിൽ ഇപ്പൊ ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവനവന്റെ വാർഡുകളിലുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആകുമ്പോൾ തീർച്ചയായിട്ടും എൻ്റർ ദ പഞ്ചായത്തിനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും പദ്ധതി ചെയ്യാനും പറ്റും. വേറെ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതി? അതുപോലെ തന്നെ ഞാൻ അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയൊരു വാഗ്ദാനമാണ് അന്ന് ഇലക്ഷൻ നിൽക്കുമ്പോൾ. അന്ന് ഞാൻ ഇലക്ഷൻ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ വാർഡിലേക്ക് എത്തിച്ചിറങ്ങി ഇതേ പോയി ഇറങ്ങിയെത്തണം. അന്ന് ഞാൻ പറഞ്ഞു ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ അവിടേക്ക് റോഡ് ഈ വാർഡായിട്ട് കൂട്ടിമുട്ടിക്കുന്നു. ആ വാഗ്ദാന പ്രകാരം 2 റോഡുകൾ അങ്ങനെ കണക്ഷൻ ഉണ്ടാക്കാൻ കഴിയും. അതിൻ്റെ പുറമെ നമ്മൾ അവിടുത്തെ അംഗനവാടി വളരെ നല്ല നവീകരിച്ചു. തൊഴിലുറപ്പ് തൊഴിൽ പരിശീലന കേന്ദ്രം നവീകരിച്ചു. കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നു. അങ്ങനെ ഒട്ടനവധി. പിന്നെ അവിടെ നമ്മളെ SC കുടുംബങ്ങൾക്ക് ഒരു കാലത്തും കിട്ടാത്ത എല്ലാ പഠിക്കുന്ന കുട്ടികൾക്കും ലാപ്ടോപ്പ്, ഫർണിച്ചർ, മേശ, കസാര, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, വാട്ടർ ടാങ്ക്, ഒട്ടനവധി. ഈ വികസന പദ്ധതികൾ നമുക്ക് പഞ്ചായത്തിന്റെ ഒരു ഫണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ബോധം ഉണ്ടാകും. ഇപ്പൊ പലപ്പോഴും ഞാൻ മനസ്സിലാക്കും, ഞാൻ ഇന്ററാക്ട് ചെയ്യുമ്പോൾ, പല ആൾക്കാരും ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഈ പഞ്ചായത്ത് മെമ്പർമാരെ, ഞാൻ പഞ്ചായത്ത് മെമ്പർമാരെ കുറച്ച് കാണിക്കുകയല്ല, പല പഞ്ചായത്ത് മെമ്പർമാർക്കും ഇതിന്റെ ഫണ്ട് അലോക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളത് പലപ്പോഴും അവർക്ക് അറിയില്ല. ഉദ്യോഗസ്ഥർ പറയുന്ന രീതിയിൽ ഇന്ന വാർഡിക്ക് ഇത്രയും ഫണ്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കേൾക്കുക എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് വാസേട്ടന്റെ സംസാരത്തിൽ മനസ്സിലാവുന്നത് ഫണ്ടുകൾ എവിടെ ഉണ്ട്, എങ്ങനെ ഉപയോഗിക്കാമെന്ന് വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ്. എങ്ങനെയാണ് ഇതിന്റെ ഒരു ഫണ്ടുകൾ നമുക്ക് വരുന്നത്, എങ്ങനെയാണ്? അതെ, ഞാൻ ഇപ്പോ അതിന് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഞാൻ ചെയർമാനായിരിക്കുമ്പോഴാണ് ഇവിടെ പറഞ്ഞാൽ 3 പ്രസിഡന്റുമാർ മാറി വന്നു. ഈ ടൈമിലെല്ലാം ഞാൻ ഒരേ സ്ഥാനത്തിരിക്കുകയാണ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തിരിക്കുക. അപ്പോൾ ഓരോ വർഷം പ്രസിഡന്റ് മാറുമ്പോഴും നമ്മുടെ പോസ്റ്റ് മാറുന്നില്ല. അപ്പം നമുക്കതിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ എളുപ്പത്തിൽ 1 വർഷം കൊണ്ട് കഴിയും. അപ്പോൾ ഈ പദ്ധതികൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല 10 ലക്ഷം രൂപ കൊണ്ടാണ് 2 പേരിൽ പദ്ധതി വെച്ചിട്ടാണ് 10 ലക്ഷം കൊണ്ട് റോഡ് കൂട്ടിക്കുന്നത്. അപ്പൊ 2 പദ്ധതികളുടെ ഫണ്ട് വെച്ചിട്ടാണ്, 2 പദ്ധതികളാണ്. അത് 5 ലക്ഷം പകുതി വരെ 5 ലക്ഷം അവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികൾ. അതിൻ്റെ പുറമെ ഈ പഞ്ചായത്തിൽ 180ഓളം ഗ്രാമീണ റോഡുകൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയും. ആ കാലഘട്ടത്തിലാണ് തൃശ്ശൂർ ജില്ലയിൽ തന്നെ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലാണ് ആദ്യം നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 180ഓളം ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചു. എല്ലാ ഇടവഴികളും പാഞ്ഞാൾ പഞ്ചായത്തിൽ. ഇതിപ്പോൾ ഞാൻ മത്സരിക്കുന്ന ഡിവിഷനിൽ, തൊഴിൽപ്പാടം ഡിവിഷനിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു കുഞ്ഞുമാലിക്ക പറഞ്ഞൊരു കൈയുണ്ട്. അങ്ങോരുടെ വീട്ടിലേക്ക് വഴിയില്ല എന്ന് പറഞ്ഞ് എന്നും വന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മെമ്പർ പോലും അറിയാതെ അവിടേക്ക് ഫണ്ട് വെച്ച് ഞാൻ റോഡ് തിരിച്ചു കൊടുത്തു. അവിടെ ചെല്ലുമ്പോൾ വലിയ ബഹുമാനമാണ് നമുക്ക് തരുന്ന ആളുകൾ. നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഈ റോഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഗ്രാമത്തിന്റെ ജോഗ്രഫിക്കൽ പൊസിഷൻ അറിയുമ്പോഴാണ് ഈ റോഡിന്റെ അക്സസിബിലിറ്റിയും ഇതുമൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അതില് വാസുവേട്ടൻ ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു റോഡ് എവിടെ വേണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കണക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഏരിയൽ വ്യൂ, ഒരു പഞ്ചായത്തിന്റെ മുകളിൽ നിന്ന് നോക്കുന്ന പോലെ നോക്കിയാലാണ്, ജോഗ്രഫിക്കൽ പൊസിഷൻ അറിഞ്ഞാലാണ് ഏതെല്ലാം വേണം എന്നുള്ളത് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും അതുള്ളത് കൊണ്ട് തന്നെയായിരിക്കും അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ വാസുവേട്ടൻ പലപ്പോഴും പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊമിനൻസി കൊടുക്കുന്നത് ഈ പറഞ്ഞ റോഡുകൾക്കാണ്. അതിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്തിനെ ഇൻക്ലൂസീവ് ആയിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ. അതേ ഇപ്പൊ അവിടെയുള്ള ഓട്ടോറിക്ഷക്കാരാണെങ്കിലും മറ്റേ കാർ ഉപയോഗിക്കണവരാണെങ്കിലും ബൈക്ക് ഉപയോഗിക്കണവരാണെങ്കിലും എല്ലാവരും പറയും ഞാൻ കാരണം ഒരു വ്യക്തിക്ക് ഒരു 50 രൂപയുടെ ലാഭം ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും കിലോമീറ്ററോളം വളയേണ്ടത് ടിപ്പറുകാരാണെങ്കിലും ശരി, ചെറിയ മിനി വണ്ടിക്കാരാണെങ്കിലും ശരി, ഒരു 50 രൂപയുടെ ലാഭം ഞാൻ അങ്ങനെ ഒരു വികസനം കൊടുക്കുന്നുണ്ട്. ഇവിടെ സാധാരണ ഈ പഞ്ചായത്തിലെ ഏറെക്കുറെ ജനങ്ങളും കിട്ടിക്കൊണ്ടിരിക്കും. ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിലാണ് അതിനെ കാണാൻ പറ്റുന്നത്. ഒരു പശ്ചാത്തല വികസനത്തിന്റെ ഭാഗമായിട്ട് കിടക്കുന്ന കാര്യമാണ്. ഇനി ഇപ്പോൾ പഞ്ചായത്തിന്റെ അല്ല, ഒരു ബ്ലോക്ക് ഡിവിഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ വീണ്ടും ഏകദേശം ഒരു 9 വാർഡോളം, അല്ലെ, എത്ര വാർഡുകൾ? 9 വാർഡുകളോളം വരുന്ന ഒരു റെപ്രസെന്റേഷന് വേണ്ടിയിട്ടാണ് ഇപ്പൊ വാസേട്ടൻ മത്സരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് വരുന്നത് ഇപ്പൊ പഞ്ചായത്തിന്റെ അല്ലാത്ത രീതിയിലുള്ള ഫണ്ടുകളാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരിക. അപ്പോൾ PMI സ്കീം, അല്ലെങ്കിൽ അയ്യങ്കാളി സ്കീം, അങ്ങനത്തെ പല തരത്തിലുള്ള സ്കീം ഫണ്ടുകളാണ് ബ്ലോക്ക് ലെവലിലേക്ക് വരുമ്പോൾ വരുന്നത്. അപ്പോൾ അതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഈ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നുകൊണ്ട് അല്ലാതെ തന്നെ എനിക്ക് പഞ്ചായത്ത് അടുത്താണ്. പഞ്ചായത്തിൽ ദിവസം പോവും. ചെറുപ്പകാലം പോലെ തന്നെ പഞ്ചായത്തായിട്ട് നേരിട്ട് 2 മിനിറ്റാണ് വേണ്ടത്. പഞ്ചായത്തിൽ നേരിട്ട് സെക്രട്ടറിമാരായിട്ടും മാറി വരുന്ന സ്റ്റാഫുകളായിട്ടും LCDA ആയിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പൊ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പോ പ്രത്യേകിച്ച് ഒന്നും ഒരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമോ ചോദിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല.
നമ്മുടെ ഡിവിഷനിലേക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റും അത് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. പിന്നെ ഈ ഡിവിഷനിൽ ഒരാൾക്കും പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തൊരു ആളാണ്. എല്ലാവർക്കും ഏറെക്കുറെ ഒരു 90% ആളുകൾക്കും എന്നെ നേരിട്ടറിയാം. ഈ ഡിവിഷനിലെ എല്ലാ വാർഡിലും നല്ല വ്യക്തിപരമായ ബന്ധം പുലർത്തി വരുന്ന ആളാണ്. ഇപ്പോ പ്രത്യേകിച്ച് എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഡിവിഷൻ പയ്യങ്കുളം ഡിവിഷനിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് വാഴാലിക്കാവ്. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് വാഴാലിക്കാവ്. ആ വാഴാലിക്കാവ് ഇപ്പോൾ കാലാകാലമായിട്ട് മുസ്ലിം ലീഗിന്റെ മെമ്പർമാരാണ് അവിടെ ജയിക്കുന്നത്. ഞാൻ അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ ആ ലീഗിന്റെ മുസ്തഫയാണെങ്കിലും ശരി, ആരിഫയാണെങ്കിലും ശരി, ഇവരൊക്കെയാണ് അവിടുത്തെ അമ്പലത്തിലുള്ള റോഡ്, അതുപോലെ തന്നെ കുളിക്കടവ്, ഒട്ടനവധി പരിപാടികൾ നടത്തിയിട്ടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇതിൽ ഈ ഡിവിഷനിൽ മത്സരിക്കുന്ന ഞങ്ങളുടെ UDFന്റെ സ്ഥാനാർത്ഥികൾ എല്ലാവരും ശക്തരാണ്. ഈ ഡിവിഷനിലെ 9 വാർഡിൽ മത്സരിക്കുന്ന ആളുകൾ ശക്തമായ മത്സരമാണ്. മുസ്തഫ 2ാം വാർഡിൽ മത്സരിക്കുമ്പോൾ ഞാൻ അവിടെ പല വീടുകളിലും കയറിയപ്പോൾ ഒരു ജാതി മത ഭേദമെന്നെ മുസ്തഫയെ എല്ലാവരും കൈക്കെടുത്തേക്കുന്നു. എന്താ വെച്ചാൽ അവിടെ ഒരു ജനകീയൻ, ഒരു അമ്പലത്തിന് റോഡ് പണിത് കൊടുക്കുന്ന ആള്, അങ്ങനെ നമ്മുടെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിരുമേനിമാരും ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ട് ജനം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് പല ആളുകളും. ആ രീതിയിലാണ്, അങ്ങനത്തെ ഒരു ഡിവിഷനിലാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പൊ നമുക്ക് വാഴാലിക്കാവ് എന്ന് പറയുന്ന ആ ഒരു പൈതൃക സ്ഥലം, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി, നമ്മുടെ ഗ്രാമത്തിന്റെ എല്ലാ ഭംഗികളുമുള്ള ആ ഒരു സാധനത്തിനെ വെച്ചുള്ള ഒരു പ്രൊജക്ട് മനസ്സിലുണ്ടെന്നാണ് എനിക്ക് പറയുന്നത്. തീർച്ചയായിട്ടും. അതെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പുസ്തകമായിട്ട് 2 ദിവസമായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നു. നമ്മളെല്ലാവരും നമ്മുടെ ഈ പഞ്ഞാൽ ഗ്രാമത്തിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്നുള്ള ആളുകൾ വരുമ്പോഴും ആ അമ്പലത്തിനെ വലുതാക്കി കൊണ്ടുവരാനും അമ്പലത്തിന്റെ കാര്യങ്ങൾ ഡെവലപ്മെന്റ് ചെയ്യാനും നല്ലൊരു പദ്ധതി മനസ്സിലുണ്ട്. നമ്മുടെ പലപ്പോഴും നമ്മുടെ പല സിനിമകളിലും ഒരു പശ്ചാത്തലമായിട്ടുള്ള ഒരു സ്ഥലമാണ് വാഴാലിക്കാവ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ കൂടി പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ മേ ബി ഒരു ടൂറിസം മേഖല പോലെ ആ രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി അതിന് എന്റെ കൂടെ നിന്ന് ചെയ്യാൻ കഴിവുള്ള മെമ്പർമാരാണ് അപ്പുറം, എന്നേക്കാൾ കൂടുതൽ കഴിവുള്ള മെമ്പർമാരാണ് അപ്പുറത്ത് മത്സരിക്കുന്നത്. ഓക്കെ. അപ്പൊ അവരും ഞാനും കൂടി ചേർന്ന് വാഴാലിക്കാവിനെ നന്നാക്കി എടുക്കുന്ന ഒരാഗ്രഹം കമ്മിറ്റിയുമായി ആലോചിച്ച്, കമ്മിറ്റിക്കാരും നമ്മൾ നല്ല സഹകരണത്തിലാണ്. പൂര കമ്മിറ്റിയിൽ ദേവസ്വം ആണെങ്കിലും എല്ലാവരും നമ്മളായിട്ട് നല്ല അങ്ങനത്തെ ഒരു പ്രൊജക്ട് മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും അതൊരു ഗോളാക്കി എടുക്കാനായിട്ട് പറ്റട്ടെ. പ്രധാനമായിട്ടും നമുക്ക് വാഴാലിക്കാവിന് മുൻഗണന കൊടുക്കുന്നത് ആ പ്രദേശം അവിടുത്തെ ആളുകളുടെ സൗകര്യങ്ങളൊന്നും കൂടി വർദ്ധിപ്പിക്കുക. ജനങ്ങൾ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പാനാൽ പഞ്ചായത്തില് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിന്റെ ഒരു ഇതില് കൃഷിക്കാർ വളരെ കൂടുതലാണ്. കൃഷി ചെയ്യുന്ന ആൾക്കാർ, ഞാൻ പറഞ്ഞ നെൽകൃഷി എന്ന് മാത്രമല്ല, കൃഷിക്കാരാണ് കൂടുതൽ ആയിട്ടുള്ള ഒരു മേഖലയായിട്ടാണ് തോന്നുന്നത്. ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടുകൾ പലപ്പോഴും ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീംസ്, അതുപോലെ ജലസേചന പദ്ധതി, വേറെ തരത്തിലുള്ള കൃഷിക്ക് ഉത്ബോധകമായിട്ടുള്ള വിത്ത് കൊടുക്കൽ, അങ്ങനത്തെ പല പരിപാടികളും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മേഖലകളിൽ എങ്ങനെയാണ് എന്തെങ്കിലും തരത്തിൽ നമുക്ക് പഞ്ചായത്തിന് ഇവിടെ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീംസ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള പദ്ധതി? തീർച്ചയായിട്ടും ഞങ്ങളെ നടപ്പിലാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇവിടെ ഇപ്പോ ഞങ്ങളുടെ 2015-20 കാലഘട്ടത്തിൽ കർഷകർക്ക് നെൽവിത്ത് ഫ്രീ ആയിട്ടാണ് കൊടുത്തിരുന്നത്. ഈ സർക്കാർ ഈ ഭരണസമിതി വന്നതിന് ശേഷം ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് നെല്ലിന് വിത്ത് കൊടുക്കുന്നത്. ഞങ്ങൾ അതൊക്കെ മാറ്റി കർഷകരെ സഹായിക്കാൻ ഒന്നുകൂടി കൂടുതൽ രംഗത്ത് വന്ന്, നിങ്ങൾ പറഞ്ഞ ഈ ലിഫ്റ്റ് ഇറിഗേഷൻ, അവിടെ ഇഷ്ടംപോലെ ജലസ്രോതസ്സുള്ള സ്ഥലമാണ് ഭാരതപ്പുഴയിൽ തടയണ സുരക്ഷിതമാക്കി ആളുകൾക്ക് വെള്ളത്തിന്റെ സൗകര്യങ്ങൾ ഉണ്ടാക്കി ഒരുപാട് മേഖലയിലേക്ക് അവിടെ ആ വാഴാലിക്കാവ് പ്രദേശത്തൊക്കെ ലിഫ്റ്റ് ഇറിഗേഷൻ ഉണ്ട്. അതല്ലാത്ത സ്ഥലത്തും കൂടി ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവും. ഇതൊക്കെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങളാണ്. തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ അതിനെ ഇത്രയും ഒരു വൈഡ് ആംഗിളിൽ ഞാൻ വാസുവേട്ടനോട് ചോദിക്കുകയാണ്. അതായത് ഭാരതപ്പുഴ എന്ന് പറയുന്നത് നിങ്ങളെ പഞ്ചായത്ത് അതിര് പങ്കിടുന്ന ഒരു ഏരിയയാണ്. അപ്പൊ അതിന്റെ വെള്ളം, ഇപ്പൊ ഭാരതപ്പുഴയിൽ കിടക്കുന്ന വെള്ളം അടുത്ത പഞ്ചായത്തുകളിലേക്ക്, മുള്ളൂർക്കരയ്ക്കാവട്ടെ, അല്ലെങ്കിൽ വടക്കാഞ്ചേരിക്കാവട്ടെ, അല്ലെങ്കിൽ ചേലക്കരയ്ക്കാവട്ടെ, ഇതിന്റെ അങ്ങനത്തെ ഒരു വൈഡ് ആംഗിളിലുള്ള പദ്ധതികൾ കൊണ്ടുവന്നാൽ, ഇപ്പൊ ഞാൻ പറയുന്നത് കുടിവെള്ളം തീർച്ചയായിട്ടും ഭാരതപ്പുഴയിൽ നിന്ന് ഇപ്പൊ വാട്ടർ അതോറിറ്റി മുഖേന എല്ലാ പഞ്ചായത്തുകളിലേക്ക് എത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു കൃഷിക്ക് യോജ്യമാകുന്ന അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ പക്ഷേ ചേലക്കരയ്ക്കാവട്ടെ, അല്ലെങ്കിൽ മുള്ളൂർക്കരയ്ക്കാവട്ടെ, അല്ലെങ്കിൽ വടക്കാഞ്ചേരിക്കാവട്ടെ, അതിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള പദ്ധതികളും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ നിങ്ങളുടെ അനുഭവ സമ്പത്ത് വെച്ചിട്ട് ഞാൻ വീണ്ടും പറയുന്നു, വാസുവേട്ടൻ നോക്കുന്ന മോളിൽ നിന്നാണ്. അതായത് തീർച്ചയായിട്ടും ഞാനൊരു കർഷകനാണ്, ഞാൻ ഒരു കൃഷി ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്ക് കൃഷിയിടക്കാരന്റെ ബുദ്ധിമുട്ടറിയാം, സാധാരണക്കാരുടെ ബുദ്ധിമുട്ടറിയാം. അവരെ സഹായിക്കുന്നതിന് വേണ്ടി കൃഷി ചെയ്യുന്നവ എവിടെയായാലും നമ്മുടെ കൃഷി പണി നടക്കേണ്ടത് കൃഷിക്കാരന്റെ ആവശ്യമാണ്. അത് കൃഷി ചെയ്യുന്നവൻ ഇന്നലെ ശരിക്കും രാജാവാണ്. ഇവിടെ നമ്മുടെ കുട്ടികളൊക്കെ ലാപ്ടോപ്പും മറ്റതൊക്കെ നോക്കിയിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ കൃഷിക്ക് ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട കാലഘട്ടമാണ് വരാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കിയ ഒരാളാണ്. അല്ലെങ്കിൽ
നമ്മുടെ ഒരു അരിഭക്ഷണം കഴിക്കുന്ന ഒരു കാലഘട്ടം മറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പോകും. പുതിയ ടെക്നോളജികൾ കർഷകരെ പരിചയപ്പെടുത്തുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള കാലാവസ്ഥയുടെ കാര്യങ്ങളൊക്കെ തന്നെ കൃഷിക്കാർക്ക്, അതായത് ഇപ്പൊ എങ്ങനെയാണ് ഇനി വരുന്ന ഫോർകാസ്റ്റ് എന്താണ് എന്നുള്ളതൊക്കെ അറിയാവുന്ന എക്യുപ്മെന്റ്സ് നമ്മുടെ എല്ലാവരും യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണിലേക്ക് കിട്ടുന്ന രീതിയിലുള്ള മേഖലകളുണ്ട്. അതിനെ അവരെ പ്രാപ്തരാക്കുക എന്ന് പറയുന്ന ഒരു ആശയം വാസട്ടൻ പറഞ്ഞു. അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം കൃഷിക്കാർക്ക് അറിയണം, ഓക്കെ നാളെ അടുത്ത മാസത്തിൽ എന്താണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ആ രീതിയിലുള്ളൊരു അവരെ പ്രാപ്തരാക്കുക എന്ന് പറയുന്ന ഒരു ആശയം വളരെ നല്ലതായിട്ട് തന്നെ തോന്നുന്നു. ഇലക്ഷൻ ചൂടിലേക്ക് ഇപ്പോൾ ഇറങ്ങി, തിരക്കിലാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് പ്രകടനത്തിന് ആൾക്കാരെ കാണാൻ പോകേണ്ടതാണെന്ന് അറിയാം. തീർച്ചയായിട്ടും എങ്ങനെയുണ്ട്, എന്താണ് ഒരു ഫീലിങ്സ് കിട്ടുന്നത് ഇപ്പൊ വാർഡിൽ ഇറങ്ങുമ്പോൾ? ഇന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഭയമില്ല. എന്താ വെച്ചാൽ നമ്മൾ കാണാത്ത ആളുകൾ ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കണം എന്താ വരാത്ത, എന്താണ് ഈ വഴി കൂടെ കാണാനല്ലോ. അപ്പൊ വോട്ട് കിട്ടി നമ്മൾ ജയിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. സാധാരണക്കാരന്റെ പാവപ്പെട്ട ആളുകളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. എല്ലാവർക്കും അറിയാൻ കുറിച്ചിട്ട്, പ്രത്യേകിച്ചും സാധാരണക്കാരന്റെ കൂടെ, അതേമാതിരി കോളനിയിലുള്ള ആളുകളായാലും ശരി, പാവപ്പെട്ട ആളുകളുടെ ഒപ്പം ചേർന്ന് തോളോട് കൈ ചേർത്തിട്ട് നമ്മൾ ഇതിലും ജനങ്ങളിൽ ഒരാളായിട്ടാണ് എന്നെ തെരഞ്ഞെടുക്കുന്നത് തന്നെയാണ് എന്റെ വിശ്വാസം. യാതൊരു തർക്കം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ല, ആദ്യം സൂചിപ്പിച്ചില്ല, ഈ ഡിവിഷനിൽ എന്നെ അറിയാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു അഹങ്കാരമായിട്ട് പറഞ്ഞതല്ല. ഞാൻ എത്രയോ ചെറുപ്പകാലം മുതൽക്ക് ഈ പ്രദേശങ്ങളിൽ ചെന്ന് നടന്ന് ആളുകളെ കണ്ട് ഓരോ കാര്യങ്ങളിൽ അവർക്ക് വേണ്ടത് ചെയ്ത് കൊടുത്ത്, ഇപ്പോൾ പഞ്ചായത്തിന്റെ അടുത്തായതുകൊണ്ട് ഇവിടെ ഞാൻ പഞ്ചായത്ത് മെമ്പറായിരിക്കും, പല ഭാഗത്തുനിന്ന് ആളുകൾ വരുമ്പോഴും നമ്മളെ സമീപിക്കും. നമ്മൾ കാലത്ത് മുതൽക്ക് നമുക്ക് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ തന്നെ പോയി 2 മിനിറ്റ് നേരം കൊണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏത് ആൾ വന്നാലും നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിന്റെ ഒരു വോട്ട് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. പിന്നെ ഞാൻ മത്സരിച്ച വാർഡ് ഇത്രയും വികസനം ചെയ്തിട്ടുള്ള വാർഡിൽ എനിക്കൊരു വോട്ടുണ്ട്. പിന്നെ എന്റെ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇതുവരെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതും ഇപ്പൊ ഈ പറഞ്ഞ എന്റെ പ്രദേശം ഞാൻ പൊതുപ്രവർത്തന കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും കൂടി ഞാൻ ഒരു വീട്ടിലൊരു ഉപകാരം ചെയ്യാത്തൊരു വീടില്ല. ആ ആളുകളുടെ വോട്ട് കിട്ടാനുള്ള ഒരു സമയമാണ് ഇപ്പോ. പണ്ട് ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു ഡയലോഗാണ്, കെ കരുണാകരന്റെ മാള നിയോജക മണ്ഡലത്തില് പറയുന്ന ഒരു വേർഡ് പോലെ എനിക്ക് തോന്നിപ്പോവാണ്. അതായത് കെ കരുണാകരൻ എന്ന് പറയുന്ന വളരെ മഹാനതനായ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞ ഒരു ഡയലോഗാണ്, എന്റെ കാര്യങ്ങൾ ഞാൻ മുഖേന ബന്ധപ്പെടാത്ത ഒരാൾ പോലും മാള നിയോജക മണ്ഡലത്തിലില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഡയലോഗാണ് ഇപ്പൊ വാസട്ടൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ വാസട്ടൻ UDF സംവിധാനത്തിലാണ് വാസട്ടൻ മത്സരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വാസട്ടൻ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു പാർട്ടി സംവിധാനത്തിന്റെ ഭാഗം മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന ആളാണ്. UDF സംവിധാനം പാഞ്ഞാൾ മണ്ഡലത്തില് എത്രത്തോളം ഇതിനോട് എക്യുപ്പഡാണ് ഇപ്പോഴത്തെ ഒരു കാര്യത്തില്? ഈ ഒരു മത്സരത്തിന്റെ ഒരു വാർഫ്രണ്ടിലാണല്ലോ നിങ്ങൾ, ഒരു യുദ്ധമുഖത്തിലാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും UDF പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെ അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളായ നല്ല നല്ല സ്ഥാനാർത്ഥികൾ. ജനങ്ങളാകെ പൊറുതി മുട്ടി നിൽക്കാന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രാമീണ റോഡുകളും പൊളിഞ്ഞതോടുകൂടിയായി നടക്കാൻ പറ്റാത്ത മെയിൻ റോഡ് ഉൾപ്പെടെ ഒന്നും ശ്രദ്ധ ചെലുത്താതെ വളരെ പ്രശ്നത്തിലാണ് എല്ലാ ആളുകളും. അതുകൊണ്ട് ഉറപ്പായിട്ടും അതിന്റെ മാത്രമല്ല, ഈ ജനകീയ പങ്കാളിത്തം എപ്പോഴും UDF ഭരിക്കുന്നതാണ്. UDF ഭരിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് ഇറങ്ങി വരാനും കാര്യങ്ങൾ പറയാനും ഉള്ള അത്ര സ്വാതന്ത്ര്യം കഴിഞ്ഞ 5 കൊല്ലക്കാലം കിട്ടിയിട്ടില്ല എന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് UDFന്റെ ഒരു വമ്പിച്ച മുന്നേറ്റം പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാവുന്നതാണ് പ്രതീക്ഷ. ഒപ്പം ബ്ലോക്ക് പഞ്ചായത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വിഷം, കാരണം വാസട്ടൻ മത്സരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണല്ലോ. ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്നില്ല, ആരും മോശക്കാർ മത്സരിക്കുന്നില്ല. അല്ല, കാൻഡിഡേറ്റ്സിന്റെ മോശം എന്നുള്ളതല്ല, ബ്ലോക്ക് പഞ്ചായത്ത് നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ, തൃശ്ശൂർ കേരളത്തിൽ തന്നെ ഏറ്റവും പരാജയപ്പെട്ട പഴയന്നൂർ പഞ്ചായത്താണ്, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്താണ് നമ്മൾ പത്രത്തിൽ വരയ്ക്ക് വന്ന വാർത്ത എന്നതാണ്. ശരി, കേരളത്തില് ഏറ്റവും പരാജയം സംബന്ധിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പഴയന്നൂർ ബ്ലോക്കാണെന്നുള്ളത് പറഞ്ഞപ്പോൾ നമുക്കറിയാം. ചെല്ലമ്മ അയ്യപ്പൻ, വേണുഗോപാല മേനോൻ, അങ്ങനെയുള്ള ആളുകൾ ഇരുന്ന് പഴയന്നൂർ ബ്ലോക്കിന് അവാർഡുകൾ അനവധി വാങ്ങിയിട്ടുള്ള പഴയന്നൂർ പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് അമ്പേ പരാജയത്തിൽ പോയി എന്ന് ജനം വിലയിരുത്തില്ലേ? പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തുകാരനാണോ? ആണല്ലോ. അപ്പൊ ഇനി വരുന്ന വികസന സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടുകൾ ഉപയോഗിച്ച് പാഞ്ഞാൾ ഡിവിഷൻ അല്ലെങ്കിൽ പൈങ്കുളം ഡിവിഷനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ റോഡുകളാവട്ടെ അല്ലെങ്കിൽ ജലസേചന പദ്ധതികളാവട്ടെ ആ രീതിയിലാണ് വാസട്ടൻ പ്ലാൻ ചെയ്തു വരുന്നത്. അതിന്റെ എല്ലാ ഭാവങ്ങളും ജയിച്ചു വരട്ടെ, എല്ലാ ഭാവങ്ങളും ഉണ്ടാവട്ടെ. വാസട്ടന്റെ കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞില്ല, എന്താണ് കുടുംബം? എനിക്ക് 3 കുട്ടികളാണ്. മൂത്ത മോള് BSc ഡയാലിസിസ് ആണ് പഠിച്ചത്, ജോലി കിട്ടി. രണ്ടാമത്തെ കുട്ടി കമ്പ്യൂട്ടറിന്റെ BCom പഠിക്കുന്നത്. മൂന്നാമത്തെ ആൺകുട്ടിയാണ്, അവൻ +1.
ഞാൻ ഭാര്യ ഇതിന് മുന്നേ ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിച്ചിട്ടുണ്ട്. വള്ളത്തോൾ നഗർ ഡിവിഷനിൽ 2010 വള്ളത്തോൾ നഗർ ഡിവിഷനിൽ നിസാര വോട്ടിനാണ് അന്ന് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇലക്ഷൻ എന്ന് പറയുന്നത് ജയവും പരാജയവും ഉള്ളതാണല്ലോ. ഈ ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ഇതായതുകൊണ്ട് ചോദിക്കുകയാണ്. ഡയാലിസിസ് എന്ന് പറയുന്നത് മകൾ പഠിച്ചത് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? കോയമ്പത്തൂരാണ് പഠിച്ചത്, കർപ്പകം മെഡിക്കൽ കോളേജിൽ. ഇപ്പോ ഇവിടെ ആലത്തൂര് ഒരു ഹോസ്പിറ്റലാണ്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡയാലിസിസ് നമ്മൾ ചേലക്കര താലൂക്ക് ഹോസ്പിറ്റലില് ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട്. ഡയാലിസിസ് ഏറ്റവും കൂടുതൽ നമ്മുടെ ആരോഗ്യരംഗത്ത് ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഒരുപാട് പേർക്ക് ഡയാലിസിസ് ചെയ്യേണ്ട ആവശ്യകത വരും. അത് നമുക്കറിയാലോ. ഇപ്പൊ ഡയാലിസിസ് യൂണിറ്റുകൾ ഉണ്ടായെങ്കിലും കൂടി ഇപ്പൊ അനീഷേട്ടനും മറ്റുള്ള ആളുകളൊക്കെ ശക്തമായ സമരങ്ങൾ ഉന്നയിച്ചതിന് ശേഷമാണ് താൽക്കാലികമായി തുടങ്ങിയിരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഒന്നുകൂടി വിപുലീകരിക്കണം. അപ്പൊ അത് വിപുലീകരിച്ച് നിങ്ങൾ പറഞ്ഞ ഇഷ്ടംപോലെ ആളുകൾ പൈസ ഇല്ലാതെയും ബുദ്ധിമുട്ടിയിട്ടും ജീവോദയ ഹോസ്പിറ്റലിലേക്ക് പോയി ചെയ്യുന്ന സംവിധാനം ഉണ്ട്. അതൊക്കെ സർക്കാർ ലെവലിൽ കിട്ടുകയാണെങ്കിൽ കുറെ പാവങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. പാവങ്ങളാണ് ഇതിനെ അടിമ. അപ്പൊ വാസുവേട്ടന് അതിന്റെ ഒരു ഫീഡ്ബാക്ക് കൂടി കിട്ടാനായിട്ടുള്ള സാഹചര്യം കുടുംബത്തിൽ തന്നെ ഉണ്ട്. ഡയാലിസിസിന്റെ ബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഇന്നോവേഷൻസ് വരുത്താൻ പറ്റുമെന്നതിനെ കുറിച്ച് സ്റ്റഡീഡ് ആയിട്ടുള്ള ഒരാള് മകളായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടി ഫണ്ടാണ് അതിലേക്ക്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയിട്ടില്ലെങ്കിൽ അവരുടെയും ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് താലൂക്ക് ഹോസ്പിറ്റലിൽ അങ്ങനത്തെ ഫംഗ്ഷൻസ് നടക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. സബ്ജക്ട് കറക്റ്റ് ആണ് എങ്കിൽ കൂടി അപ്പൊ അതിലും നിങ്ങൾക്ക് അതിൽ ഇതാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാ ഭാവങ്ങളും ഇനി വരുന്ന ഇലക്ഷനിൽ ജയിച്ചു വരട്ടെ. ജയിച്ചു വന്ന് എന്താ പറയാ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആകാനായിട്ട് പറ്റട്ടെ. നാടിന് വികസനാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.